ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാസഭാരതം കഥ കേൾക്കാം. വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് CV കുഞ്ഞുരാമൻ, പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ, ശൃംഗപുരം, കൊടുങ്ങല്ലൂർ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. പുസ്തകം 5 രാജസൂയം, 1 സഭാമണ്ഡപം. കൃഷ്ണാർജുനന്മാർ ഇന്ദ്രപ്രസ്ഥത്തിന് അല്പം അകലെ മനോഭിരാമമായ യമുനാതീരത്തിൽ പൂർവ്വവിക്രാന്തികളെക്കുറിച്ച് പല കഥകളും പറഞ്ഞ് അശ്വിനി ദേവന്മാരെ പോലെ വിഹരിക്കുമ്പോൾ ഭയങ്കരമായ ഗാണ്ഡവവനം ദഹിപ്പിക്കണമെന്ന് തീർച്ചയാക്കി. ആ വനത്തിൽ തക്ഷകൻ എന്ന നാഗരാജാവിൻ്റെ രക്ഷയിൽ മയൻ എന്നു പ്രസിദ്ധനായ ഒരു അസുരശില്പി താമസിച്ചിരുന്നു. ഗാണ്ഡവദാഹത്തിൽ മയാസുരന് അർജുനൻ അഭയം നൽകിയതിന് പ്രത്യുപകാരമായി ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവന്മാർക്ക് ഒരു സഭാതലം നിർമ്മിച്ചു കൊടുക്കുവാൻ മയശില്പി സന്നദ്ധനായി. 10,000 മുഴം (10 കിഷ്കസഹസ്രം) ചുറ്റളവിൽ സഭാതലത്തിന് സ്ഥലമളന്ന് കുറ്റിയുമടിച്ചു. വിശ്വകർമാവ് നിർമ്മിച്ച സുധർമ്മയെയും ബ്രഹ്മസദസ്സിനെയും അതിശയിപ്പിക്കുന്ന മനോഹാരിതയോടുകൂടിയ ഒരു സഭാതല നിർമ്മാണത്തിനാണ് മയശില്പി ഒരുങ്ങിയത്. അതിനാവശ്യമുള്ള ചിത്രരത്നാദി പദാർത്ഥങ്ങൾ കൈലാസത്തിന് വടക്കുള്ള മൈനാകാദ്രിയിൽ നിന്ന് മയൻ തന്നെ പോയി കൊണ്ടുവന്നു. അതോടുകൂടി മൈനാകത്തിലുള്ള ബിന്ദു സരസിൽ കിടന്നിരുന്ന ഒരു ഗദയും ദേവദത്തം എന്നു പേരായ ഒരു ശംഖും കൂടി കൊണ്ടുവന്ന് ഭീമാർജുനന്മാർക്ക് സമ്മാനിച്ചു. നവമേഘം പോലെ നഭസ്ഥം വ്യാപിച്ചു നിന്നിരുന്ന ആ സഭാമന്ദിരം രത്നപ്രാസാദങ്ങളാൽ ആവൃതമായിരുന്നു. സഭാമധ്യത്തിൽ മനോഹരമായ ഒരു കൃത്രിമ സരസ്സുണ്ടാക്കി അതിൻ്റെ മധ്യത്തിൽ വൈഡൂര്യപത്രവും രത്നത്തണ്ടുമുള്ള ഒരു പത്മഷണ്ഡവും നിർമ്മിച്ചു. സുവർണ നിർമ്മിതങ്ങളും വികസ്വരങ്ങളുമായ കുമതോൽപാദി മനോഹര പുഷ്പങ്ങൾ, മത്സ്യകമഠാദി ജലജന്തുക്കൾ മുതലായവയെ കൊണ്ട് അലങ്കൃതമായി. സ്ഫടികപ്പടവുകളാലും ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള തിണ്ണപ്പടപ്പുകളാലും ആവൃതമായിരുന്ന ആ മനോഹര സദസ്സ് അനേക രാജാക്കന്മാർക്ക് സ്ഥലജലഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിഗ്വിജയം. മയനിർമ്മിതമായ ഈ സഭയിലിരുന്ന് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യകാര്യ നിർവഹണം ആരംഭിച്ച് വളരെ നാൾ കഴിയും മുമ്പേ മന്ത്രിമാരുടെയും മറ്റും ഉപദേശം അനുസരിച്ച് ചക്രവർത്തി സ്ഥാനലബ്ധിക്കായി രാജസൂയം എന്ന മഹാകർമ്മത്തിന് ഉദ്യമിച്ചു. ഇതര രാജാക്കന്മാരെയെല്ലാം ജയിച്ച് കീഴടക്കിയിട്ടുള്ള രാജാക്കന്മാർക്കു മാത്രമേ ചക്രവർത്തി സ്ഥാനാരോഹണത്തിനുള്ള രാജസൂയം നടത്താൻ അധികാരമുള്ളൂ. എല്ലാ രാജാക്കന്മാരും യുദ്ധം കൂടാതെ തന്നെ പാണ്ഡവന്മാർക്ക് കീഴടങ്ങി. രാജസൂയത്തിന് കപ്പം അയക്കാമെന്ന് സമ്മതിച്ചു. എങ്കിലും മഗധ രാജാവായ ജരാസന്ധൻ പാണ്ഡവന്മാരുടെ മേൽക്കോയ്മയെ സമ്മതിക്കാതെ എതിർത്തുനിന്നു. ജരാസന്ധൻ മഹാപരാക്രമശാലിയായ ഒരു രാജാവായിരുന്നു. 100 രാജാക്കന്മാരെ ബലി കഴിച്ച് നിർവഹിക്കേണ്ട ഒരു മഹാനരമേധത്തിന് കോപ്പുകൂട്ടി 86 രാജാക്കന്മാരെ അയാൾ പിടിച്ച് കാരാഗൃഹത്തിൽ ബന്ധിച്ചിട്ടിരുന്നു. പിന്നീട് 14 രാജാക്കന്മാരെയും കൂടി ആവശ്യമുണ്ടായിരുന്നത് തികയ്ക്കുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ധർമ്മപുത്രർ രാജസൂയത്തിനൊരുങ്ങിയത്. ജരാസന്ധനെ വധിച്ച് കാരാഗൃഹത്തിൽ കിടന്ന രാജാക്കന്മാരെ എല്ലാം മോചിപ്പിക്കുന്നതായാൽ പാണ്ഡവന്മാർക്ക് അനശ്വര കീർത്തിയും അനേക രാജാക്കന്മാരുടെ ബന്ധുതയും ഏകകാലത്തിൽ സമ്പാദിക്കാൻ കഴിയുമെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതനുസരിച്ച് ശ്രീകൃഷ്ണനും ഭീമാർജുനന്മാരും മഗധ രാജ്യത്തെത്തി ജരാസന്ധനെ വധിച്ച് രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ചു. മരണത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചനം ലഭിച്ച രാജാക്കന്മാർ എത്രയും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി സ്വരാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അവരവരുടെ ശക്തിക്കൊത്ത ദ്രവ്യം രാജസൂയത്തിന് അയച്ചു കൊടുത്തു. അനന്തരം
ഉത്തരദിക്ക് മുഴുവൻ അർജുനനും പൂർവ്വദിക്കുകളെല്ലാം ഭീമസേനനും ദക്ഷിണ പശ്ചിമ ദേശങ്ങളെല്ലാം നകുല സഹദേവന്മാരും ജയിച്ചു കീഴടക്കി. ഓരോരുത്തരും പിടിച്ചടക്കിയ രാജ്യങ്ങളെ അവരവർ എടുത്തുകൊള്ളാതെ എല്ലാവരും തങ്ങളുടെ കുലപതിയായ ജ്യേഷ്ഠ സഹോദരനായി അർപ്പിക്കുകയാണ് ചെയ്തത്. പാണ്ഡവന്മാരുടെ ഈ സാഹോദര്യമാണ് അവരുടെ സർവശ്രേയസ്സിനും നിദാനമായി തീർന്നത്. സുഭദ്രയ്ക്ക് ലഭിച്ച സ്ത്രീധനത്തിൻ്റെ വിവരണത്തിൽ നിന്നും ഭാരതഖണ്ഡത്തിൻ്റെ പൂർവ്വകാല ധനസമൃദ്ധിയെക്കുറിച്ച് സാമാന്യമായ ഒരു ഊഹം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ രാജസൂയത്തിന് വന്നു ചേർന്ന വിഭവങ്ങളുടെ വിവരണം അക്കാലത്തെ കരകൗശല സാമർഥ്യത്തിന് ദൃഷ്ടാന്തമാകുന്നു. സുവർണ നിർമ്മിതങ്ങളായ ഭരണികൾ, പാത്രങ്ങൾ, രത്നഖചിതങ്ങളായ ദന്തമുഷ്ടികളോടുകൂടിയ ഖഡ്ഗങ്ങൾ, രഥകവചാദി യുദ്ധോപകരണങ്ങൾ, കൗശേയതൂലകുലാദി മനോഹര വസ്ത്രങ്ങൾ, രത്നകമ്പളങ്ങൾ, തൂലിക തപോലധാനങ്ങൾ, ശില്പവിചിത്രതങ്ങളായ പല്യങ്കപാദപീഠാദികൾ, സുഗന്ധദ്രവ്യങ്ങൾ മുതലായ വിവിധ വസ്തുക്കളും രാജാക്കന്മാരയച്ച അമൂല്യ രത്നങ്ങളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും കൂട്ടത്തിൽ വിവരിച്ച് കാണുവാനുണ്ട്. രാജസൂയത്തിന് ക്ഷണപത്രം ലഭിച്ച് നാനാ ദിക്കുകളിൽ നിന്നും രാജാക്കന്മാരും മഹാബ്രാഹ്മണരും കുബേര സദൃശന്മാരായ വൈശ്യന്മാരും വന്നു ചേർന്നു. മാന്യന്മാരായ ശൂദ്രരും ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് കാണുന്നതുകൊണ്ട് അക്കാലത്ത് ചിലർ പറയും പോലെ ശൂദ്രരുടെ സ്ഥിതി മോശമായിരുന്നില്ല എന്ന് വിചാരിക്കാവുന്നതാണ്. ഹസ്തിനപുരത്തേക്ക് നകുലനെ അയച്ച് ഭീഷ്മ ധൃതരാഷ്ട്രാദി പിതൃജനങ്ങളെയും ദ്രോണകൃപാദി ഗുരുജനങ്ങളെയും ദുര്യോധനാദി സഹോദരന്മാരെയും ഗാന്ധാരി മുതലായവരോടുകൂടി പ്രത്യേകം ക്ഷണിപ്പിച്ചു. 3. അർഘ്യാവകാശം. ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും വന്നു ചേർന്നു. അവരെ യുധിഷ്ഠിരൻ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. അനന്തരം അവരുടെ അനുവാദത്തോടുകൂടി അവരിൽ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്കായി പ്രത്യേകം ചുമതലപ്പെടുത്തി. ഭക്ഷ്യപേയാദികൾ യഥായോഗ്യം നൽകുന്നതിന് ദുശ്ശാസനനെ അധികാരപ്പെടുത്തി. ബ്രാഹ്മണരെ എതിരേറ്റ് ഉപചരിക്കുന്നതിന് അശ്വത്ഥാമാവിനെ നിയോഗിച്ചു. രാജാക്കന്മാരുടെ സുഖസൗകര്യാദികൾ അന്വേഷിക്കാൻ സഞ്ജയനെ ചുമതലപ്പെടുത്തി. വീഴ്ച താഴ്ചകൾ സംഭവിക്കാതെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം ചെയ്യാമെന്ന് ഭീഷ്മരും ദ്രോണരും സമ്മതിച്ചു. മാറ്റും വിലയും നോക്കി രത്നധാന്യങ്ങൾ ദക്ഷിണ കൊടുപ്പിക്കാമെന്ന് കൃപാചാര്യർ ഏറ്റു. വ്യയാധികാരം വിതുരർ വഹിച്ചു. തിരുമുൽ കാഴ്ചകൾ ഏറ്റുവാങ്ങാമെന്ന് സുയോധനൻ ചുമതലയേറ്റു. വിപ്രന്മാരെ ആചമിപ്പിക്കുന്ന ജോലി ശ്രീകൃഷ്ണൻ കയ്യേറ്റു. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ജോലിക്ക് ചുമതലപ്പെട്ട ശേഷം രാജസൂയ യജ്ഞം ആരംഭിച്ചു. പൂജ്യന്മാരായ മഹർഷികൾ അഭിഷേക ദിവസം യജ്ഞവേദിയിൽ കടന്നു. നാരദപ്രമുഖരായ ദേവർഷികളും രാജർഷി പ്രവരന്മാരും അന്തർവേദിയിൽ പ്രവേശിച്ചു. ക്രിയാവിരാമ സമയങ്ങളെപ്പറ്റി യോഗ്യന്മാരായ അവരുടെ ഇടയിലും ഇത് ഇങ്ങനെ വേണം, അത് അങ്ങനെ പാടില്ല എന്നും മറ്റും പല വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. വാഗ്ദാടി കൊണ്ട് ചെറിയ കാര്യങ്ങളെ ചിലർ വലുതാക്കി, വലിയ കാര്യങ്ങളെ യുക്തിവാദം ചെയ്ത് ചെറുതാക്കി. അനന്തരം ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞു, ആചാര്യൻ, ഋത്വിക്, സംയുക്, സനാതകൻ, സ്നേഹിതൻ, രാജാവ് ഇങ്ങനെ 6 പേരാണ് പൂജാർഹന്മാർ. ഇവരിൽ ഓരോരുത്തർക്കായി അർഘ്യം നൽകേണ്ടതാണ്. ഇവരിൽ ആരാണ് എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠൻ എന്ന് തീരുമാനിച്ച് ആ ആളിന് ആദ്യം അർഘ്യം നൽകുകയാണ് വേണ്ടത്. യുധിഷ്ഠിരൻ, ആർക്കാണ് ആദ്യം അർഘ്യം നൽകേണ്ടതെന്ന് പിതാമഹൻ തന്നെ ചിന്തിച്ചു കൽപ്പിക്കണം. ഭീഷ്മർ, ഇവിടെ ഇപ്പോഴുള്ളവരിൽ ശ്രീകൃഷ്ണന് തന്നെയാണ് അർഘ്യത്തിന് ആദ്യമായ അർഹത. ഭീഷ്മരുടെ കൽപ്പനയനുസരിച്ച് യുധിഷ്ഠിരൻ അർഘ്യം നൽകുകയും ശ്രീകൃഷ്ണൻ അത് സ്വീകരിക്കുകയും ചെയ്തു. അത് കണ്ട് കോപിഷ്ഠനായ ശിശുപാലൻ പറഞ്ഞു, മഹാത്മാക്കളായ മഹാരാജാക്കന്മാർ പലരും ഈ സഭയിലുള്ളപ്പോൾ രാജാവല്ലാത്ത കൃഷ്ണൻ ആദ്യമായി അർഘ്യം നൽകണമെന്ന് ഭീഷ്മർ വിധിച്ചത് ന്യായമായില്ല. ഭീഷ്മരെ പോലുള്ള ധർമ്മിഷ്ഠന്മാർ സേവയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കൃഷ്ണൻ വൃദ്ധനായതുകൊണ്ട് പൂജാർഹനായി എന്നാണെങ്കിൽ
അച്ഛനായ വസുദേവനിരിക്കെ പുത്രൻ പൂജാർഹനാകുന്നത് എങ്ങനെയാണ്? ബന്ധുത കൊണ്ട് പൂജിച്ചു എന്നാണെങ്കിൽ ദ്രുപദനുള്ളപ്പോൾ കൃഷ്ണൻ എന്ത് പൂജാർഹത? ആചാര്യത്വം നോക്കി പൂജ നൽകുകയാണെങ്കിൽ അതിനുള്ള അർഹത ദ്രോണർക്കാണ്. ഋത്തിക്കനാണ് അർഹതയെങ്കിൽ പൂജ്യനായ വ്യാസനിരിക്കുന്നുണ്ട്. രാജപുരുഷന്മാരിൽ ശ്രേഷ്ഠനെയാണ് പൂജിക്കേണ്ടതെങ്കിൽ ഭീഷ്മരെ തന്നെ പൂജിക്കാമല്ലോ. സർവശാസ്ത്ര വിശാരദനായ അശ്വത്ഥാമാവ്, രാജേന്ദ്രനായ ദുര്യോധനൻ, മദ്ര രാജാവ്, ഗാന്ധാര രാജാവ്, സർവ്വരാജാക്കന്മാരെയും ജയിക്കുന്ന കർണൻ, ഇവരെല്ലാവരും ഇരിക്കെ ദാശാർഹനായ കൃഷ്ണനെ പൂജിച്ചത് കേവലം സേവയ്ക്ക് വേണ്ടിയല്ലെന്ന് എങ്ങനെ പറയാം? നിങ്ങൾക്ക് കൃഷ്ണനെ പൂജിക്കണമെങ്കിൽ അതിനായി ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കണമെന്നുണ്ടോ? ഞങ്ങൾ യുധിഷ്ഠിരനെ പേടിച്ച് കപ്പം കൊടുത്ത് ഈ രാജസൂയത്തിന് വന്നതല്ല, ഒരു സൽക്കർമ്മത്തിനാണല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. ഇതിൻ്റെ ഫലം ഈ ധിക്കാരമാണ്. ധർമ്മപുത്രർക്ക് ധർമാത്മാവെന്ന പേരിന് ഇനി അർഹതയില്ല. ഭീരുക്കളും കൃപണന്മാരുമായതുകൊണ്ട് പാണ്ഡവർക്ക് ഈ അബദ്ധം പിണഞ്ഞതാണെങ്കിൽ കൃഷ്ണൻ തൻ്റെ സ്ഥിതിയെ ഓർത്തിട്ട് വേണ്ടേ അത് സ്വീകരിക്കാൻ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചേതി രാജാവായ ശിശുപാലൻ അമർഷത്തോടെ എഴുന്നേറ്റ് മറ്റ് രാജാക്കന്മാരുമായി സഭ വിട്ടിറങ്ങിപ്പോയി. അടുത്ത ഭാഗം, നാലാമത്തെ ഭാഗം, ശിശുപാലവധം. ശിശുപാലൻ്റെ ശകാരങ്ങൾക്ക് ശരവ്യനായിരുന്ന ശ്രീകൃഷ്ണൻ ക്ഷോഭം കൂടാതെയും എന്നാൽ തീപ്പൊരി ചിതറുന്ന നയനങ്ങളോടും കൂടി ഇങ്ങനെ പറഞ്ഞു: ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാരെ, ഈ ശിശുപാലൻ ഞങ്ങളുടെ വംശത്തിലുള്ള ഒരു സ്ത്രീയുടെ താവഴിയിൽ ജനിച്ചവനായതുകൊണ്ട് പല അക്രമങ്ങൾ പ്രവർത്തിക്കുകയും പലപ്പോഴും എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ചാർച്ചയെ ഓർമ്മിച്ചും അയാളുടെ അമ്മയുടെ അപേക്ഷയനുസരിച്ചും ഞാൻ അവയെല്ലാം ക്ഷമിച്ചു പോന്നു. ഒരിക്കൽ ഞാൻ പൗരസ്ത്യ രാജ്യങ്ങളിൽ പോയിരുന്നപ്പോൾ ഞാൻ ഇല്ലാത്ത അവസരം നോക്കി ശിശുപാലൻ ദ്വാരകാപുരിയെ ആക്രമിച്ച് ആപണങ്ങളെയും ക്ഷേത്രങ്ങളെയും അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു. പിന്നൊരിക്കൽ ഭോജരാജാവിനെ അപ്രതീക്ഷിതമായും അകാരണമായും ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ വധിക്കുകയും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. മറ്റൊരു സന്ദർഭത്തിൽ എൻ്റെ അച്ഛനായ വസുദേവൻ അശ്വമേധത്തിന് നിർത്തിയിരുന്ന അശ്വത്തെ ഹരണം ചെയ്ത് യാഗത്തെ വിഘ്നപ്പെടുത്താൻ ശ്രമിച്ചു. ശാന്തനും വിശുദ്ധചരിതനുമായിരുന്ന ബഭ്രുവിൻ്റെ പതിവ്രതയായ പത്നിയുടെ ചാരിത്ര്യത്തെ ബലാത്കാരമായി നശിപ്പിച്ചു. ഭർതൃഗൃഹത്തിലേക്ക് പോയിരുന്ന വിശാല രാജകുമാരിയെ അവളുടെ ഭർതൃവേഷം ധരിച്ച് ചാരിത്രഭംഗം ചെയ്തു. ശിശുപാലൻ്റെ മാതാവുമായുള്ള ചാർച്ചയെ ഓർത്ത് ഇതെല്ലാം ഞാൻ സഹിച്ചു. എന്നാൽ ശിശുപാലൻ്റെ അക്രമപ്രവൃത്തികൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടു തന്നെയിരിക്കുന്നു. എൻ്റെ പ്രിയ ഭാജനമായ രുക്മിണിയെയും ഇവൻ കാമിക്കാതിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ശിശുപാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: രുക്മിണിയുടെ താരുണ്യ ലാവണ്യം അവളിൽ എന്നെ അനുരക്തനാക്കി തീർത്തിരുന്ന കഥയെ ഈ രാജസദസ്സിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപനം ചെയ്യുവാൻ കൃഷ്ണന് നാണമില്ലയോ? എൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും കൃഷ്ണനോട് അപേക്ഷിച്ചിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് ഇനിയും അവസരമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ മുഖം കറുത്തു. അധോമുഖനായി അദ്ദേഹം അല്പനേരം ഇരുന്നു. അനന്തരം അദ്ദേഹം ചക്രായുധം കയ്യിലെടുത്ത് ഇങ്ങനെ പറഞ്ഞു: ശിശുപാലൻ്റെ 100 അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് അയാളുടെ മാതാവ് എന്നോട് അപേക്ഷിക്കുകയും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇനിയും ക്ഷമിക്കാൻ നിവൃത്തിയില്ലാത്തവണ്ണം അപരാധസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിയുമെങ്കിൽ ശിശുപാലൻ ഈ ആയുധത്തെ തടുക്കട്ടെ, അല്ലാത്ത പക്ഷം ദുഷ്കർമ്മഫലം അനുഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ചക്രമയച്ചു. ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് പർവ്വതശിഖരമെന്ന പോലെ ശിശുപാലൻ്റെ ശിരസ് അറ്റ് നിലത്തു വീണു. യുധിഷ്ഠിരൻ്റെ ആജ്ഞയനുസരിച്ച് ശിശുപാലൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടത്തിയ ശേഷം ശിശുപാലപുത്രനെ രാജാവായി അഭിഷേകം കഴിക്കുകയും മറ്റ് അമംഗള സംഭവങ്ങളൊന്നും കൂടാതെ രാജസൂയം നിർവിഘ്നമായി നിർവഹിച്ച് യുധിഷ്ഠിരൻ ചക്രവർത്തിയായി
സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം പുസ്തകം 6 ദ്യൂതം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.